ആ ഫയലിന്റെ പേരിൽ അവളുടെ MLA സ്ഥാനം തന്നെ പോയേക്കാം. ആ ഫയൽ കാണാതായതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഇനി ഏട്ടന്റെ അഭിപ്രായം ആഗ്രഹമൊക്കെയാ എനിക്ക് പ്രധാനം. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ സുഗമോ ദേവി പുതിയ പ്രമോല് നമ്മുടെ ദേവിക ആകപ്പാടെ അവതാളത്തിലായിരിക്കുകയാണ്. ദേവികയുടെ ആ ഫയൽ നഷ്ടപ്പെട്ട കാര്യം പാർട്ടിക്കാരൊക്കെ കൂടെ എടുത്ത് വലിയ സീനാക്കുകയാണ്. അപ്പൊ സിദ്ധാർത്ഥന് ഒരു സംശയം, അതിന് പിന്നിലും നമ്മുടെ നന്ദനും പ്രഭാവതിയും തന്നെയാണോ എന്ന് അതോർത്തുകൊണ്ട് തന്നെ നമ്മുടെ സിദ്ധാർത്ഥന് ചന്ദ്രോത്ത് വന്നിട്ട് നമ്മുടെ നന്ദന്റെ അടുത്തും പ്രഭാവതിയുടെ അടുത്തും പറയുന്നുണ്ട്, ദേവിക വളരെ വേണ്ടപ്പെട്ടതായിട്ട് സൂക്ഷിച്ചിരുന്ന ഒരു ഫയലും കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി അതിന് പിന്നിലും നിങ്ങൾ തന്നെയാണോ, നിങ്ങൾ എന്ത് ദുഷ്ടത്തരമാണ് ഈ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ഫയൽ തിരികെ ദേവിക കിട്ടിയില്ലെങ്കിൽ ദേവികയുടെ MLA സ്ഥാനം വരെ തെറിക്കും എന്നൊക്കെ നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രഭാവതി നന്ദനും കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല കേട്ടോ. ആ ദേവിക പോയി ചത്താലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇസബല്ലയാണ് വലുത് എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ശാരിയും പുതിയ കാമുകനും കൂടെ കാമുകന്റെ കാറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ശാരി പറയുന്നുണ്ട്, ഏട്ടൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ പറഞ്ഞല്ലോ എനിക്ക് സാരിയാണ് കൂടുതൽ ചേരുന്നത്, അതുകൊണ്ട് ഞാൻ ഇനി സാരിയാ എപ്പോഴും എടുക്കുന്നേ, ഏട്ടന്റെ ഇഷ്ടമാണ് ഇനി വലുത് എന്നൊക്കെ പറയുകയാണ്. അപ്പൊ കാമുകൻ ജസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ടേ, പൂർണ്ണമായിട്ടും കാണിക്കുന്നില്ല കേട്ടോ. അപ്പം 90% നമ്മുടെ കെവിൻ തന്നെ ആകാനാട്ടോ സാധ്യത. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദേവിക നമ്മുടെ ഷാരീനെയും കെവിനെയും കൂടെ ഒരുമിച്ച് കാണുമ്പോൾ ആ ദേവികയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും അല്ലെ? ഈ അവരുടെ കെണിയിൽ ഷാരിയും പെട്ടല്ലോ എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ദേവിക അല്ലെ. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.